എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സുംബ ഡാൻസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വിഷയം. അതായത് സ്കൂളുകളിൽ സുംബ ഡാൻസ് വേണം എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് ഒരു കൂട്ടം സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആണും പെണ്ണും കൂടെ തമ്മിൽ ഇടകലർന്നുള്ള സുംബ ഡാൻസ് അനുവദനീയമല്ലെന്നും അവർ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ആളുകൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്, ഒരു പ്രത്യേകതരം മതവിഭാഗക്കാർ എന്നൊക്കെ മറ്റുള്ളവർ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഇങ്ങനെ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് സുംബ ഡാൻസിനെ അവർ എതിർക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നാൽ അല്പവസ്ത്രം ധരിച്ച് ആണും പെണ്ണും മിക്സ് ചെയ്ത് ആ ഒരു രീതിയിൽ നിന്നുള്ള സുംബ ഡാൻസ് അവർക്ക് അനുവദനീയമല്ല, അല്ലെങ്കിൽ അവർക്ക് അത് അംഗീകരിക്കാനാവില്ല. പിന്നെ അതിന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം മ്യൂസിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സുംബ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹറാമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെ നല്ലൊരു അടിപൊളി തീ പാറുന്ന ഒരു സംവാദം ഉണ്ടായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ KP അഭിലാഷും അതുപോലെ തന്നെ ഹിലാൽ സലീം എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റുഡൻറ്റുമായിട്ടുള്ളതാണ്. ന്യൂസ് 18 ചാനലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ കാണിക്കാം. അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു സംവാദത്തിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ സുംബ ഡാൻസ് കൊണ്ട് ഒരു ദോഷവും ആർക്കും വരാനില്ല. സുംബ ഡാൻസ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയാം. അതൊരു കോമ്പറ്റീഷൻ ഐറ്റമോ ഒന്നുമല്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ മാനസിക ഉല്ലാസം നൽകുന്ന, മെൻ്റലി സ്ട്രെസ് കുറയ്ക്കുന്ന ഒന്നാണ് ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നൊരു സംഭവം. അത് ഇന്ന് പല സ്ഥലങ്ങളിലും പല ഡാൻസ് തന്നെ, ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോലും സുംബ ഡാൻസ് വേണമെന്നുള്ളവർക്ക് അവർ കോച്ചിങ് നൽകുന്നുണ്ട്. അപ്പോൾ സുംബ ഡാൻസിനെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ അല്പവസ്ത്രം ധരിച്ചു എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ അങ്ങനൊന്നുമല്ല. സുംബ ഡാൻസ് കളിക്കുന്നത് എവിടെയും അല്പവസ്ത്രം ധരിച്ച് കളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് സുംബ ഡാൻസിൻ്റെ ക്ലാസ്സുകൾ കാണാം. അവിടെ ആരും അല്പവസ്ത്രം ധരിച്ച് സുംബ ഡാൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ബെല്ലി ഡാൻസിനെ സുംബ ഡാൻസാക്കി തെറ്റിദ്ധരിച്ചിട്ടാണോ ഇനി പലരും സംസാരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ബെല്ലി ഡാൻസ് അല്ല സുംബ ഡാൻസ് എന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. വളരെ മനോഹരമായിട്ടുള്ള, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ മാനസികാല്ലാസം നൽകുന്ന ഒന്നാണ് സുംബ ഡാൻസ് എന്ന് പറയുന്നൊരു സംഭവം. പിന്നെ ആണും പെണ്ണും മിക്സ് ചെയ്തു എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. ആണും പെണ്ണും കൂടി ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നു എന്നുള്ള ഒരു സ്കൂളിൽ, പണ്ടത്തെ കാലമൊന്നുമല്ല, കുട്ടികൾ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അത് ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസത്തിൽ ആരും മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കുന്നില്ല. നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് വളരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് നമ്മൾ ഉറ്റുനോക്കുന്ന കാഴ്ചക്കാരുടെ കണ്ണിനാണ് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ സർക്കാർ സ്കൂളുകളിൽ പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള കെയറിംഗ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ എത്ര കുട്ടികളെ പിടിച്ച് അമർത്തി ഒരിടത്ത് ഇരുത്തി കഴിഞ്ഞാലും അവർ മോശം രീതിയിൽ സഞ്ചരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ സഞ്ചരിക്കുക തന്നെ ചെയ്യും. അത് സ്കൂളിനുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ ആവണമെന്നില്ല. അവർക്ക് സ്കൂൾ വിട്ടാൽ പുറത്ത് പോകാനായിട്ടൊരു ലോകമുണ്ട്. സുംബ ഡാൻസ് കളിച്ചെന്നും പറഞ്ഞ് ആരും ഒരു വിധത്തിൽ നശിച്ചു പോകില്ല. കുട്ടികൾക്കൊക്കെ മെൻ്റലി പഠിത്തത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നതിന് അത് വളരെ നല്ല ഒരു കാര്യമാണ്. സ്കൂളുകളിൽ സുംബ ഡാൻസ് മാത്രമല്ല യോഗയും കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. സുംബ ഡാൻസിനെ എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടകലരുന്നത് കൊണ്ടും, അതുപോലെ തന്നെ മ്യൂസിക് ഹറാമാണ്, മ്യൂസിക് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു നൃത്തമായതുകൊണ്ടാണ്. ഒരു പ്രത്യേകതരം മ്യൂസിക് ഇടുമ്പോൾ അതിൻ്റെ താളത്തിൽ ശരീരങ്ങൾ ചലിപ്പിച്ച് ചെയ്യുന്ന ഡാൻസാണ് എന്നൊക്കെയാണ് പറയുന്നത്. മ്യൂസിക് അടിസ്ഥാനത്തിൽ തന്നെയാണ് സുംബ ഡാൻസ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ആർക്കാണ് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അല്പവസ്ത്രമൊന്നും ധരിക്കേണ്ട കാര്യമില്ല. സ്കൂളുകളിലെ കുട്ടികൾ യൂണിഫോമായിരിക്കും വേഷം, ആ ഒരു വേഷത്തിൽ തന്നെയായിരിക്കും അവരത് പരിശീലനം നടത്തുക. പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഈ ഇടകലർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അതായത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ബസ്സിൽ കയറുന്ന കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ
എല്ലാവിധ കുട്ടികളും ബസ്സിൽ കയറുന്നുണ്ട്. ബസ്സിനുള്ളിൽ പലതരത്തിലുള്ള മ്യൂസിക്കുകൾ, റാപ്പ് മ്യൂസിക്കുകൾ ഇതൊക്കെ ഇടുന്നുണ്ട്. എന്താ അത് മാത്രമല്ല, ഈ പറയുന്ന ഹറാമാണ് മ്യൂസിക്, നമുക്ക് ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾ വേടൻ്റെ മ്യൂസിക്കിനെ ഒരുപാട്, വേടൻ്റെ റാപ്പ് സംഗീതത്തിനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ടല്ലോ, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ വേടൻ്റെ സംഗീതത്തെ. അതെങ്ങനെ സാധിക്കുന്നു? മ്യൂസിക് ഹറാമാണെങ്കിൽ വേടൻ്റെ സംഗീതം ഹറാമാവാത്തത് എന്തുകൊണ്ടാണ്? വേടൻ്റെ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഓടി വരുന്നത് ആ ഒരു പ്രോഗ്രാം കാണാനായിട്ട്. എൻ്റെ ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുമിച്ച് നിന്നാണ് കാണുന്നത്. ആരെയും ആണുങ്ങളെ എല്ലാം ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഒതുക്കി നിർത്തിയിട്ട് പെണ്ണുങ്ങളെ എല്ലാം മറുഭാഗത്തേക്ക് ഒതുക്കി നിർത്തിയിട്ടല്ലോ കാണുന്നത്. എല്ലാവരും മിക്സ് ചെയ്താണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആണുങ്ങൾ വന്നിട്ട് മനഃപൂർവ്വം പെണ്ണുങ്ങളെ തോണ്ടാനായിട്ട് വരുന്ന ആണുങ്ങൾ വരെ ഉണ്ടാവും. കുട്ടികളെയും കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടതാണ്. മുമ്പൊരു പ്രോഗ്രാം വേടൻ്റെ നടന്ന സമയത്ത് ഒരു ലേഡിയുടെ ബ്രസ്റ്റിൽ പിടിക്കുന്ന ആ ഒരു രംഗം പോലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം മിക്സ് ചെയ്താണ് പോയി നിന്ന് ഒരു പ്രോഗ്രാം വരുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമില്ല. സ്കൂളുകളിൽ ഈ ഒരു ഡാൻസ് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. അതുപോലെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് വിഭാഗത്തിൽ തന്നെ പുരുഷനും സ്ത്രീയും ഒരുപോലെ ഡോക്ടർമാരായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്ത്രീകളാണ് ഈ ഡെലിവറി സംബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നതെല്ലാം സ്ത്രീകളാണ്. പുരുഷ ഡോക്ടർമാർ, അയ്യോ പുരുഷ ഡോക്ടർമാരാണ്, എനിക്ക് അവരെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഏതെങ്കിലും സ്ത്രീകൾ മാറി നിൽക്കുന്നുണ്ടോ? അങ്ങനെ മാറി നിൽക്കുന്ന സ്ത്രീകളുണ്ട്. ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന ടൈമിൽ ലേഡീസിനെ മാത്രം കാണുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ പുരുഷന്മാർ ഒരുപാട് പേര് ഡോക്ടർമാരായിട്ടുണ്ട്. അവരെ കാണാൻ ചെല്ലുന്നതും സ്ത്രീകൾ തന്നെയാണ്. അതേസമയം ഒരു ഡെലിവറി നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ലേഡി ഡോക്ടറെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു പേഷ്യൻ്റ് സ്ഥിരമായിട്ട് കാണുന്നത് ഗൈനക്കോളജിസ്റ്റ് ഒരു ലേഡി ഡോക്ടറെയാണെന്ന് വെച്ചോ. ആ ഒരു ഡെലിവറിയുടെ ടൈമിൽ ആ ഒരു ഡോക്ടർ അവിടെ ഇല്ല എങ്കിൽ, ആ ഒരു സമയത്ത് ഒരു പുരുഷ ഡോക്ടറാണ് അവിടെ ഉള്ളതെങ്കിൽ തീർച്ചയായും ആ ഒരു പുരുഷ ഡോക്ടർ ആയിരിക്കും ആ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നത്. അല്ലാണ്ട് അത് മറ്റൊരു ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ് എന്ന് കരുതി അവരൊരിക്കലും മാറി നിൽക്കില്ല. അവരതിനെ കൈകാര്യം ചെയ്യും വേണ്ട രീതിയിൽ. ഇതൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല. വളരെ മാനസികാലോസം നൽകുന്ന ഒരു കാര്യമാണ് സുംബ ഡാൻസ്. അതിനെ ഇങ്ങനെ എതിർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു അടിപൊളി ഒരു സംവാദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ന്യൂസ് 80 വന്നതാണ് ഈ ഒരു സുംബ ഡാൻസ്. അപ്പോൾ ഈ ഒരു സുംബ ഡാൻസ് അല്ല, സുംബ ഡാൻസിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു സംവാദം ഇത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ KP അഭിലാഷും ഹിലാൽ സലീം എന്ന് പറയുന്ന സഹോദരനും തമ്മിലുള്ള ആ ഒരു സംവാദം. മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെന്ന് ഓർക്കണം. അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡിൻ്റെ ഒരു വികലതയെന്നേ ഞാൻ പറയത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്വതയില്ലാത്ത മനസ്സെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ. അപ്പോൾ അയാൾ പറയുന്നതൊന്ന് കേട്ടിട്ട് വരാം. പക്ഷേ നമ്മുടെ അവതാരകൻ പുള്ളിക്കാരൻ്റെ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കോട്ട് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു തനിമയൊന്നുമല്ല. താങ്കൾ ഇട്ടിരിക്കുന്ന ആ ഷർട്ട് ഒരുപക്ഷെ താങ്കൾ മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ട് അവിടെയും ഉപയോഗിക്കുന്ന വസ്ത്രധാരണം എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. അവിടെയൊന്നും ഉപയോഗിക്കുന്നതൊന്നും നമ്മുടെ സാംസ്കാരിക ഇന്നലകളിൽ നിന്ന് എടുത്തതല്ല. അതൊക്കെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തെ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടാകാം. നമ്മുടേതായ പല തരത്തിലുള്ള കണ്ടെത്തലുകൾ മറ്റു രാജ്യങ്ങൾ അത് ഗുണകരം എന്ന മട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യോഗാ ദിനം ആചരിക്കുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് വ്യാപകമായി മറ്റു രാജ്യങ്ങളിൽ യോഗ ആചരിക്കുന്നത്. അത് സാംസ്കാരികമായി ഞങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ മാറ്റി നിർത്തുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഒരു വിയോജിപ്പ്, അതായത് ഞാൻ ധരിക്കുന്ന ഇപ്പോൾ ധരിച്ചിട്ടുള്ള വസ്ത്രമോ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ധരിക്കുന്ന കോട്ടോ, അതൊന്നും എന്റെ സംസ്കാരത്തിന് വിരുദ്ധമല്ല. അപ്പോൾ താങ്കൾ ഷാർപ്പായി പറയും, എന്താണ് സുംബ ഡാൻസിലെ സാംസ്കാരിക വിരുദ്ധത? എന്താണ് സാംസ്കാരിക വിരുദ്ധത എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിന്റെ ഇടപെട്ട് കഴിഞ്ഞാൽ പറയാം സാംസ്കാരിക വിരുദ്ധത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ സാംസ്കാരിക വിരുദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റേതായിട്ടുള്ള ചില തുള്ളലുകൾ, പാടലുകൾ, അതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ, ഇതിനൊക്കെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും പാട്ട് സാംസ്കാരികമായ എതിർക്കപ്പെടേണ്ട ഒന്നാണോ? നൃത്തം സാംസ്കാരികമായി എതിർക്കപ്പെടേണ്ട ഒന്നാണോ? അതിലേതാണ്? താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് മനുഷ്യനെ, ഒരു സംഗീതം ഏത് തരത്തിലാണ് മനുഷ്യന് സാംസ്കാരികമായ തെറ്റായി മാറുന്നത്? നൃത്തം ഏത് തരത്തിലാണ് സാംസ്കാരികമായി തെറ്റായി മാറുന്നത്? വ്യായാമം ഏത് തരത്തിലാണ് സാംസ്കാരികമായ പിഴവായി മാറുന്നത്? ഷിഹിലാൽ,
ഇവിടെയാണ് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ അഭിലാഷേട്ടൻ പിന്നെ വിടണം. അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പൊ പിന്നെ വ്യായാമം ഓക്കെയാണ്, വ്യായാമത്തിന് എല്ലാവരും അനുകൂലമാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. താങ്കളിപ്പോ പിന്നെ സ്ട്രോവാൻ അടിക്കണം, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വ്യായാമം പാടില്ല, അത് പിന്നെ സംസ്കാരത്തിന് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റ് എലമെന്റുകൾ, ഇതിലുള്ള മറ്റ് എലമെന്റുകൾ ഏതെങ്കിലും വിഭാഗത്തിന് അതിൽ പിന്നെ എലമെന്റ് ഏതാണെന്ന് കൂടി ഒന്ന് പറയാമോ? ആ എലമെന്റ് ഏത് വിഭാഗത്തിന് എതിർപ്പ് എന്ന് പറയാമോ? ഇവിടെയുള്ള ഒരുപാട് വിഭാഗത്തിൽ ഇപ്പൊ ഏറ്റവും അല്ല, എലമെന്റ് എന്താണ് അതിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? സൂംബയിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ ആദ്യം ഉദ്ദേശിച്ച ഉദാഹരണത്തിന് ഒരു പിന്നെ പ്രസക്തമാണ്. അതായത് ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അതിന്റെ ഹെൽത്ത് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ കാര്യങ്ങളൊക്കെ പറയണം. ഇത് വന്ന എലമെന്റുകൾ, ഇതിലുള്ള എലമെന്റുകൾ, ഇപ്പൊ മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുള്ളിച്ചാടുകൾ, പിന്നെ മിക്സിംഗ്, ഫ്രീ മിക്സിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന്, ഞാൻ ഒരു ഉദാഹരണം പറയാണ്, മറ്റു പല സമുദായങ്ങൾക്കും സൊസൈറ്റികൾക്കും വി ഡി സതീശൻ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ്, ചില ആളുകൾക്ക് ഇപ്പൊ എല്ലാവരും അതായത് താങ്കൾ പറഞ്ഞ ആ പോയിന്റ് ആണ് ഏറ്റവും പ്രസക്തം. ഇത് മിക്സിംഗ് ആണ്, അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്നുള്ളതാണല്ലോ പ്രശ്നം, അല്ലേ? അതൊരു പ്രശ്നമാണ്, തീർച്ചയായും. അതൊരു പ്രശ്നമാണോ, അതാണോ പ്രശ്നം യഥാർത്ഥത്തിൽ? അതൊരു പ്രശ്നമാണ്, അത് ഒരു പ്രശ്നമാണ് പറഞ്ഞത് പ്രശ്നമാണ് തന്നെയല്ലേ? അവിടെ ശ്രീ ഹിലാൽ, ഇതാ താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ടത്. താങ്കളുടെ കൂടെ പുരുഷന്മാർ മാത്രമാണോ പഠിക്കുന്നത്? താങ്കളെ പുരുഷന്മാർ മാത്രമാണോ പഠിപ്പിക്കുന്നത്? താങ്കളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമാണോ? നിങ്ങൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച്, ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം എന്ത്, ആ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതടക്കം, ഞാനും താങ്കളുമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ട് വിഭാഗമായി ഇരുന്നു കൊണ്ടാണോ പഠിക്കുന്നത്? അല്ല, തീർച്ചയായും അല്ല. ഞാൻ പറയുന്നത് ഒരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് പിന്നെ ഒരുമിച്ചാണ്, അതിൽ എനിക്ക് പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായി ഞാൻ മെഡിക്കൽ പിന്നെ സൈക്കോളജി പഠിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഫ്രീ മിക്സിംഗ് ഉണ്ടാവും. ശരി, താങ്കൾ പറഞ്ഞെടുത്തൊരു പോയിന്റ് ഉണ്ട്, എനിക്ക് പ്രശ്നമില്ല എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പറയാണ്, മെഡിക്കൽ വിദ്യാർത്ഥി പറയാണ്, എനിക്ക് ആൺകുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുകയോ, ഒരു ആൺകുട്ടി പറയുകയാണ് എനിക്ക് പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് മെഡിക്കൽ സയൻസ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് സംവിധാനം ഒരുക്കി കൊടുക്കണം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കൾ പറയുന്ന തലത്തിലേക്ക് മനുഷ്യരാശി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളിൽ ഈ പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടത്, സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിച്ച് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ അത് തെറ്റല്ല. അതായത് ഇവിടെ ഇപ്പോൾ താങ്കൾ പഠിക്കുന്നത് മെഡിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ താങ്കളുടെ ശ്രദ്ധ ആ മെഡിക്കൽ സബ്ജക്റ്റിലാണ്. അവിടെ ഏത് പെൺകുട്ടിയാണ് അത് പഠിക്കുന്നത്, ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണെങ്കിൽ അവർ ശ്രദ്ധ ഫോക്കസ് ചെയ്യുന്നത് ആ വിഷയത്തിലല്ലേ? എന്നെ പറയാൻ വിൽക്കണം. അതായത് ഓരോരുത്തർക്കും അവരുടെ ലോകവിഷൻ ഉണ്ടാവും. അഭിലാഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ലിബറൽ ലോകവിഷൻ ആവാം. ആ ലോകവിഷണത്തെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു വേൾഡ് വ്യൂവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം, ഫ്രീ മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഫ്രീ സെക്സ് സൊസൈറ്റി വന്ന എന്താ കുഴപ്പം, കഞ്ചാവ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആൾക്കാർ. കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് താങ്കൾ ഇതുമായി താരതമ്യം ചെയ്യില്ലേ? കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് ഇതുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യരുത്. ഞാൻ പറഞ്ഞ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ലോകവിഷൻ ഉണ്ട്. ആ ലോകവിഷത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ആ ലോകവിഷണത്തിനപ്പുറം ഹിലാൽ, എന്റെ അച്ഛനും അമ്മയും ചിന്തിച്ചതിൽ നിന്ന് മാറിയാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്നൊരു ബോധ്യം കൂടിയുണ്ട്. കാരണം ഞാൻ 2025 ജീവിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയൊക്കെ ജനിച്ചത് അതിനുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ സാംസ്കാരിക പശ്ചാത്തലമോ ആ സാമൂഹിക പശ്ചാത്തലമോ ആ ജീവിത നിലവാരത്തിലോ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മുന്നോട്ടാണ് നോക്കുന്നത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ലോകവീക്ഷണം ഉണ്ടാവും. എന്റെ ലോകവീക്ഷണത്തെ പ്രകാരം ഇത് തെറ്റാണ്, അത് വിശ്വസിക്കാലോ, അത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് പ്രശ്നം. ഇവിടെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് മെഡിക്കൽ വിദ്യാർത്ഥിയല്ലേ, പുതിയ കാലത്തേക്ക് സഞ്ചരിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ ധാർമ്മികത അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തുറന്നിടണം എന്ന് പറയുന്നത് അത് ആരും ഉണ്ടാക്കിയ ഒരു ആക്സിയമാണ്. ആ ആക്സിയത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം ഇവിടെ എല്ലാവർക്കും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്സിയമാണ്. ആ ആക്സിയത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം ഇവിടെ എല്ലാവർക്കും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റി ഉണ്ട്. ആ മൊറാലിറ്റിയിൽ നിന്നുകൊണ്ട് അതിലെന്താണ് ശ്രീ ഹിലാൽ, അതായത് ഒരു സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്നു. അവർ ഒരുപക്ഷെ ഒരുമിച്ച് പഠിക്കുക മാത്രമല്ല, അവർ ഇന്റർവെൽ സമയങ്ങളിൽ ഒരുമിച്ച് കളിക്കുന്നുണ്ടാകാം, ചിരിച്ച് രസിക്കുന്നുണ്ടാകാം, തോളിൽ കൈയിട്ട് നടക്കുന്നുണ്ടാകാം. അങ്ങനെയാകണം സ്ത്രീയും പുരുഷനും. അതാണ് സ്ത്രീയെ സ്ത്രീയായും പുരുഷനെ പുരുഷനായും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ കുട്ടികൾ വളരാനെന്ന് അവരെ ബോധിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് തുള്ളിച്ചാടുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിലിപ്പോൾ വസ്ത്രത്തിന്റെ വിഷയം വിട്ടേക്കു. കാരണം മന്ത്രി കൃത്യമായി പറഞ്ഞു, ഇനിയിപ്പോൾ വസ്ത്രമാണ് വിഷയമെങ്കിൽ അങ്ങനെ ഒരു വസ്ത്രം അല്പവസ്ത്രം ഒന്നും ധരിക്കാൻ പറയുന്നില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് ഉത്തരം പറയാൻ അനുവദിക്കണം. അതായത് അഭിലാഷേട്ടൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അത് താങ്കളുടെ വീക്ഷണമാണ്. എനിക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വീക്ഷണങ്ങൾ അങ്ങനെയല്ല. എന്റെ വീക്ഷണങ്ങൾ എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ പോക്കിനനുസരിച്ച് എനിക്ക് മാറി ചിന്തിക്കേണ്ടതായി വരും. അങ്ങനെ മാറാത്തവരെ മാറ്റാനാണ് ഞാൻ പ്രേരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ എന്താ പറയാ, ഞാൻ ഒരാളെ കൊല ചെയ്യുന്നു, അതിനുശേഷം എന്റെ ശരി അതാണ്, എനിക്ക് കൊല ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഞാൻ കൊല ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം അതിനെ അനുവദിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് പിന്നെ ഈ തരത്തിലുള്ള വീക്ഷണങ്ങൾ, ലോക വീക്ഷണങ്ങൾ എംബ്രേസ് ചെയ്യാനുള്ള അനുവാദങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന വീക്ഷണങ്ങൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു മോറൽ കോഡ് ഉണ്ട്. ആ മോറൽ കോഡ് അനുസരിച്ച് ജീവിക്കണം, ഒരു മൊറാലിറ്റി അനുസരിച്ച് ജീവിക്കണം എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ട്. അതുണ്ടാവണം. അതാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൂംബ ഡാൻസ് മുന്നോട്ട് വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് പിന്നെ പുസ്തകത്തിൽ ഞാൻ വേണത് കാണിക്കാം. പുസ്തകത്തിൽ കാണിച്ചിട്ടുള്ള പിക്ചറിലടക്കം കാണിക്കുന്നത് പിന്നെ അല്പവസ്ത്രധാരിയായിട്ടുള്ള സ്ത്രീകളെ. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായി പറഞ്ഞത് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കൾച്ചർ ഞങ്ങൾ എന്തായാലും എംബ്രേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സംസാരിക്കുന്നത് എന്ന് പറയുന്നതാണ് താങ്കളെങ്കിലും സമൂഹത്തോട് പറയണ്ടേ. ശരിക്കും ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സ്ത്രീയും പുരുഷനും എന്നതിനെ ശാരീരികമായി തിരിച്ചറിയൂ. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു അന്തരവുമില്ല.
സ്ത്രീയും പുരുഷനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കായിക ക്ഷമത കൂടുതലോ കുറവോ ഒന്നുമില്ല. ശരി 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 തീർച്ചയായും ഞാൻ പറയുന്നത് മുഴുവൻ അബദ്ധം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്ത്രീയെയും പുരുഷനെയും പരസ്പരം തിരിച്ചറിഞ്ഞ് ആ അറിവിലൂടെ വളരുകയാണ് ചെയ്യേണ്ടത് എന്നതാണ്. അല്ലാതെ മൂടിവെക്കപ്പെട്ടോ പരസ്പരം കണ്ണ് പൊത്തിയോ അല്ല നമ്മുടെ കുട്ടികൾ വളരേണ്ടത് എന്ന നിലപാടാണ് എനിക്കുള്ളത്. അത് അബദ്ധമെന്ന് താങ്കൾക്ക് ആവർത്തിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു സംവാദത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആ ഭാവി ഡോക്ടറോട് പറയാനുള്ളത് സഹതാപം മാത്രമേ ഉള്ളൂ തന്നോടൊക്കെ, വെറും സഹതാപം മാത്രം. അതുപോലെ 1-2 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. നീയൊക്കെ പഠിക്കുന്ന സമയത്ത്, അനാട്ടമിയാണല്ലോ, അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പെൺപിള്ളേരും ആൺപിള്ളേരെയും കൂടെ അദ്ദേഹം പറഞ്ഞ ചോദ്യമാണ്, അവതാരകൻ പറഞ്ഞ ചോദ്യം തന്നെയാണ്. പക്ഷേ അതെനിക്ക് കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമൊന്ന് യൂട്യൂബ് തുറന്നാൽ തന്നെ അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർമാർ ഈ ബോഡി പാർട്സ് പഠിപ്പിക്കുന്ന സമയത്ത് നഗ്നമായ ശരീരം കൊണ്ടുവന്ന് കാണിച്ച് അതിനെക്കുറിച്ചിട്ട് ഓരോ ഭാഗങ്ങൾ, അത് ലൈംഗിക അവയവങ്ങൾ വരെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് നിർത്തിയിട്ടല്ലേ കാണിച്ച് ഇന്ന ഭാഗം ഇന്നതാണ്, ഇന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത് സ്ത്രീ ശരീരത്തിൻ്റെതായാലും പുരുഷ ശരീരത്തിൻ്റെതായാലും. അപ്പോൾ ഒരുമിച്ച് നിന്ന് പച്ചയായ ശരീരം, മരണപ്പെട്ടു പോയ ശരീരത്തിൽ കാണിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും അത് ശരീരം തന്നെയല്ലേ. അത് പരസ്പരം കണ്ട് ഒരുമിച്ച് നിന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ചമ്മലോടുകൂടിയോ നാണക്കേടോടുകൂടിയോ പരസ്പരം നോക്കാറോ മുഖം പൊത്താറോ ഉണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താണ്? നിങ്ങളിൽ ഓരോരുത്തരിലും അന്നേരം ഉണ്ടാകുന്നത് ഒരേ ഒരു മനുഷ്യ വികാരം മാത്രമാണ്. ഞങ്ങൾക്ക് പഠിക്കുക, പഠിച്ച് നല്ലൊരു ഡോക്ടറാവുക. മനുഷ്യ ശരീരത്തെ ലൈംഗിക അവയവമായിട്ടല്ല നിങ്ങളപ്പോൾ അവിടെ കാണുന്നത്. അത് കേവലം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ള ബോധത്തോടു കൂടിയല്ലേ നിങ്ങളത് കാണുന്നത്, അതേക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത്. അന്നേരം ആണാണ് പെണ്ണാണ് എന്ന് പ്രത്യേകം സെപ്പറേറ്റായിട്ട് ചിന്തിച്ചിട്ടാണോ നിങ്ങളെല്ലാവരും നിൽക്കുന്നത്? അല്ലല്ലോ. അതുപോലെ തന്നെ 1-2 വീഡിയോകളിൽ ഞാൻ കണ്ടൊരു സാധനമാണ്, ഈ സുംബ ഡാൻസ് ചെയ്യുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ പരസ്പരം ചിലപ്പോൾ ശരീരത്തിൽ ടച്ച് ചെയ്യാൻ പറ്റും ഡാൻസ് കളിക്കുന്ന വഴിയിൽ. അപ്പോൾ അവർക്ക് പ്രത്യേക വികാരങ്ങളോ എന്തൊക്കെയോ ഉണ്ടാവും പോലും. എന്തുവാടേ ഇത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് പോലും യൂറിൻ പ്രോബ്ലമായിട്ട് വരുന്ന ഒരു ലേഡി ആണെങ്കിലും ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിലും നിങ്ങളവർക്ക് ട്യൂബ് ഇട്ട് കൊടുക്കില്ലേ? ശരീരഭാഗം കാണാണ്ട് അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് അതേക്കുറിച്ച് എങ്ങനെയാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സീനിയർ ഡോക്ടർമാർ നിങ്ങൾക്കത് കാണിച്ചു തരും, എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന്. അത് കണ്ടും എടുത്തും നിങ്ങളത് പഠിക്കും. പിന്നീട് നിങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ശരീരമോ പുരുഷ ശരീരമോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമോ? ഒരിക്കലും തോന്നില്ല. അത് എത്രയും പെട്ടെന്ന് അവർക്ക് ആ ഒരു ട്യൂബ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് അവരുടെ യൂറിൻ പുറത്തേക്ക് കളഞ്ഞ് അവർക്കുള്ള ആ ഒരു ആശ്വാസം നേടിക്കൊടുക്കണമെന്ന് മാത്രമല്ലേ നിങ്ങൾക്ക് തോന്നുള്ളൂ. എന്തുവാടേ, നിങ്ങൾക്ക് എന്തിനാ പഠിച്ചത്? നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് പോലും നാണക്കേടാണ്. 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച് ഞാനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. എനിക്കുള്ള അത്ര വിവരം പോലും ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. നിങ്ങളൊക്കെ എന്ത് ഇടുങ്ങിയ മനസ്സുള്ളവരാണെന്നാണ് ചിന്തിക്കുന്നത്. അല്ല, നിങ്ങളോട് ചോദിക്കേണ്ടത്, നിങ്ങൾ സുംബ ഡാൻസിനെ പറ്റിയിട്ട് ഇത്രയും സംസാരിച്ചല്ലോ, ഇത്രയും വാചാലനായല്ലോ, ഈ നിങ്ങൾ കണ്ടില്ലേ മദ്യ ഷോപ്പിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കള്ള് ഷോപ്പിൽ ഇരുന്നിട്ട് തട്ടമിട്ട മൊഞ്ചത്തി കുട്ടികൾ കള്ളും കപ്പയും ബീഫൊക്കെ മേടിച്ച് തട്ടുന്നതിൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടില്ലേ? അതിനെയൊക്കെ നിങ്ങൾക്ക് തടയിടാൻ പറ്റും? നിങ്ങൾ ഈ കുട്ടികളെ എത്ര കാലം തടയിട്ട് വീടിനുള്ളിലിരുത്തും? അവരെ നമ്മൾ പണ്ടത്തെ കാലമൊന്നുമല്ല, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് കെട്ടിച്ച് വിടാനായിട്ടുള്ള ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പറന്നു പോകാനുള്ളവരാണെങ്കിൽ പറന്നു പോവുക തന്നെ ചെയ്യും. നമ്മളതിന് എത്ര അടക്കി പിടിച്ചിരുത്തിയിട്ടും ഒരു കാര്യവുമില്ല. പിന്നെ മാനമര്യാദയായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അവരെ എത്ര ഫ്രീ ആയിട്ട് നമ്മൾ തുറന്ന് വിട്ട് വളർത്തി കഴിഞ്ഞാലും അവർ പോയേണ്ട അടുത്ത് പോയിട്ട് അവർ നേരെ വീട്ടിൽ തന്നെ മാനമായിട്ട് തന്നെ തിരിച്ചെത്തും. അതാണ് കാര്യം.
അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ കുട്ടികളല്ല, നമ്മൾ അവരിൽ ചുമത്തേണ്ട ചില കാര്യങ്ങൾക്കൊക്കെ നിബന്ധനകൾ വെച്ചില്ലെങ്കിൽ, നമ്മൾ കൂടുതൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാണ്ട് അവരെ വളർത്തുകയാണെങ്കിൽ അവർക്കൊരു സ്വല്പം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പോവുക തന്നെ ചെയ്യും, നിങ്ങൾ പോലും അറിയില്ല. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യത്തിന്, അനാവശ്യമായിട്ട് ഫ്രീഡം കൊടുക്കണ്ട, ആവശ്യത്തിന് ഫ്രീഡമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ സുംബ ഡാൻസിനെ ഇങ്ങനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ചിലരൊക്കെ പറയുന്ന കേട്ടു സുംബ ഡാൻസ് ഒഴിവാക്കിയിട്ട് മാപ്പിളപ്പാട്ട് സ്കൂളുകളിൽ വെച്ചുകൂടെ എന്നത്. ശരിക്കും എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. എന്തുവാടേ ഈ പറയുന്നത്, മാപ്പിളപ്പാട്ട് വെച്ചുകൂടെ എന്ന്? മാപ്പിളപ്പാട്ടിനെ ഞാൻ വില കുറച്ച് കാണുന്നില്ല, മാപ്പിളപ്പാട്ട് കൊള്ളില്ല എന്നും പറയുന്നില്ല. വളരെ ഇഷ്ടമാണ്, എനിക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാപ്പിളപ്പാട്ട്, പ്രഭാഷണം, ആൽബം ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ ജാതിയോ മതമോ അങ്ങനെ ഒന്നും ഉള്ള ഒരു വ്യക്തിയുമല്ല. പറയുമ്പോൾ എല്ലാം എനിക്ക് ജാതി മതങ്ങൾ ഇല്ലെന്ന് പറയണ്ട. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മതം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കാണുന്നത് വിവാഹ കാര്യങ്ങളിൽ മാത്രം. സ്വന്തം മതത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ സ്വന്തം ജാതിയിൽപ്പെടുന്ന ഒരു പുരുഷനായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി. അതല്ലാത്ത പക്ഷം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും പറയുകയാണെങ്കിൽ സുംബ ഡാൻസ് എന്ന് പറയുന്നൊരു സാധനം ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസം കിട്ടും. ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് തൊട്ടടുത്ത വിഷയം എന്താണ്, അതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിൽ, കുറച്ച് പഠിക്കാൻ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷനിലായിരിക്കും പിള്ളേരിരിക്കുന്നത്. അപ്പോൾ ഒരു പീരീഡ് ഇത് വരുമ്പോൾ, സുംബ ഡാൻസ് വരുമ്പോൾ, അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് മെൻ്റലി അവർ നല്ല ഫ്രീ ആയിട്ടിരിക്കും. അതൊക്കെ കണക്കിലെടുത്താണ് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ സുംബ ഡാൻസ് വെക്കുന്നതിനോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികൾക്ക് യോഗയും കൂടി പരിശീലനം നൽകുന്നത് വളരെ നന്നായിരിക്കും. യോഗ എന്ന് പറയുന്ന സാധനം നമുക്കറിയാമല്ലോ, മെഡിറ്റേഷൻ, അത് ഒരുപാട്, എനിക്ക് തോന്നുന്നു സുംബ ഡാൻസിനേക്കാൾ കൂടുതൽ നമുക്ക് യോഗ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അതേക്കുറിച്ചിട്ടൊന്നും ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു എൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയ്ക്കുള്ളിൽ, ആ ഒരു പരിധിക്കുള്ളിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് അടിക്കാതെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചിരിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.